ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനുള്ള 5 വഴികളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നായി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാഷണൽ ഡിഫൻസ് അക്കാദമി NDA. ഇതാണെന്ത്? നാഷണൽ ഡിഫൻസ് അക്കാദമി. NDA വഴി നമുക്കൊരു ഇന്ത്യൻ ആർമിയിൽ ഒരു ആർമി ഓഫീസർ പോസ്റ്റ് ലഭിക്കുന്നതാണ്. സോ അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് എക്സാം എഴുതണം. എക്സാം എന്താണ്? ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്, അത് പാസ്സാവണം. പിന്നെ SSB ഇന്റർവ്യൂ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യണം. ശേഷം അതായത് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, ഫിസിക്കൽ ഉണ്ടാവും, അതും എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. പിന്നെ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ നമുക്ക് എന്താവാം? ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്ത്യയിലെ ട്രെയിനിങ് എന്ന് പറയുന്നത് 4 വർഷമാണ്. 3 വർഷം ഒരു കോമൺ ആയിട്ടുള്ള ട്രെയിനിങ്ങും 4ാമത്തെ വർഷം ഏത് വിങ്ങിലാണ്, ഇപ്പൊ ആർമിയിലാണോ, എയർഫോഴ്സിലാണോ, നേവി വിങ്ങിലാണോ, ഏത് വിങ്ങിലാണോ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തൊരു ട്രെയിനിങ്ങും. എക്സാം, റിട്ടൺ പ്ലസ് ഇന്റർവ്യൂ ആണുള്ളത്. ഇനി എലിജിബിലിറ്റി ഏജ് വരുന്നത് 16 തൊട്ട് 18.5 വയസ്സ് വരെയാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് +2 സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ആർക്കാണ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്? മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടാതെ എന്തായിരിക്കണം? അവർ അൺമാരീഡും ആയിരിക്കണം. അപ്പൊ ഇന്ത്യ എന്താണ്? നാഷണൽ ഡിഫൻസ് അക്കാദമി. നമ്മൾ ആദ്യം എക്സാം പാസ് ആവണം. പിന്നെ SSB ഇന്റർവ്യൂ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യണം. ശേഷം മെഡിക്കൽസ് ക്ലിയർ ചെയ്യണം. പിന്നെ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദെൻ ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന എല്ലാ കാൻഡിഡേറ്റ്സും എന്താണ്? ഒരു ഓഫീസർ ആയിട്ടാണ് ഇത് ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ ആയിട്ട് ഒരു ലെഫ്റ്റനന്റ് പോസ്റ്റിലാണ് അപ്പോയിന്റ് ആവുന്നത്. ഇനി അടുത്തതാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, CDS. CDSനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. പ്ലേലിസ്റ്റിലും കൊടുത്തേക്കാം. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, അത് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് അപ്ലൈ ചെയ്യണം. പിന്നെ എക്സാം പാസ് ആവണം. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും, അതും ക്ലിയർ ചെയ്യണം. ശേഷം മെഡിക്കൽസ് ഉണ്ടാവണം. പിന്നെ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. NDAയിൽ അതായത് CDSൽ IMA, AFA, OTA, INA. എന്തൊക്കെയാണ് IMA? എന്താണ് IMA? ഇന്ത്യൻ മിലിറ്ററി അക്കാദമി. AFA എയർഫോഴ്സ് അക്കാദമി. OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി. INA ഇന്ത്യൻ നേവൽ അക്കാദമി. സോ കൂടാതെ ഈ CDS എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 തൊട്ട് 25 വരെയാണ്. ഇതിൽ OTA-ക്കാണ് 25 വയസ്സ് വരെ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് CDSനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അടുത്തതാണ് ഓഫീസർ ജോബ്. ഒരു ഓഫീസറായിട്ട് ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ പോസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റുന്ന വേറെ ഒരു ഇതാണെന്ത്? മിലിറ്ററി നഴ്സിംഗ് സർവീസ്, MNS എന്ന് പറയും. ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. പിന്നെ എക്സാം പാസ് ആവണം. SSB ഇന്റർവ്യൂവിന് അപ്പിയർ ആവണം. മെഡിക്കൽസ് ക്ലിയർ ചെയ്യണം. മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ എന്ത് ചെയ്യണം? ജോയിൻ ആവണം. പിന്നെ ഇത് മെയിൽസിന് വേണ്ടിയല്ല, വുമൻസിന് വേണ്ടി, ഫീമെയിൽസിന് വേണ്ടിയാണ് ഉള്ളത്. കൂടാതെ ഇന്റർവ്യൂ ഉണ്ടാവും, ഒരു റിട്ടൺ എക്സാമിനേഷനും ഉണ്ടാവും. ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 16 തൊട്ട് 24 വയസ്സ് വരെയാണ്. പിന്നെ ഫീമെയിൽസ് അൺമാരീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ്ഡ് ആയിരിക്കണം. ഇനി മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ മോട്ടോ എന്താണ്? സർവീസ് വിത്ത് എ സ്മൈൽ. മിലിറ്ററി നഴ്സിംഗ് സർവീസ് എക്സാമിന് അപ്പിയർ ചെയ്യണം, എക്സാം പാസ് ആവണം, മെഡിക്കൽസ് ക്ലിയർ ചെയ്യണം, മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ദെൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യണം. വുമൻസിനാണുള്ളത്. ഇന്റർവ്യൂ പ്ലസ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. ഏജ് ലിമിറ്റ് വരുന്നത് 16 തൊട്ട് 24 വരെയാണ്. പിന്നെ അവർ എടുക്കേണ്ട സ്ട്രീം എന്താണ്? സയൻസ് സ്ട്രീമിൽ നിന്ന് ഉള്ളവരായിരിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കൂടാതെ അൺമാരിഡ് അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഫീമെയിൽസ് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് ടെറിട്ടോറിയൽ ആർമി, TA. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ എക്സാം പാസ് ആവണം. അതിനുശേഷം
SSB ഇന്റർവ്യൂ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യണം. ദെൻ മെഡിക്കൽസ് ഉണ്ടാവും, അത് നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എന്താ ചെയ്യാം, ജോയിൻ ടെറിട്ടോറിയൽ ആർമിയിൽ ജോയിൻ ചെയ്യാം. ഈ ടിഎയുടെ ട്രെയിനിങ് നടക്കുന്ന എവിടെയാണ്? IMA, ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലാണ് ടെറിട്ടോറിയൽ ആർമിയിലുള്ള ആളുകളുടെ ട്രെയിനിങ് നടക്കുന്നത്. റിട്ടേൺ ആൻഡ് ഇന്റർവ്യൂ ആണ് എന്ത് എക്സാം പാറ്റേൺ. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 18 തൊട്ട് 42 വയസ്സ് വരെയാണ്. എത്ര വയസ്സ് വരെയാണ്? 42 വയസ്സ് വരെ ഉണ്ട്. പിന്നെ ഗ്രാജുവേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്താണ് വേണ്ടത്? ഒരു ഗ്രാജുവേഷൻ ആണ് വേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട്. ഇനി കൂടാതെ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിന് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതുപോലെ CDSന്റെ കേസിലും അതാണ്. OTAയില് ഫീമെയിൽസിനും, OTAക്ക് വേണ്ടി ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം. അടുത്തത് ലാസ്റ്റ് ആണ് ഏതാണ്? ആർമി കേഡറ്റ് കോളേജ്, ACC. അപ്ലൈ ഫോർ ACC. എന്താ ആദ്യം ചെയ്യേണ്ടത്? ACCക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ദെൻ എക്സാം പാസ് ആവണം. ശേഷം എല്ലാത്തിലും പറഞ്ഞതുപോലെ SSB ഇന്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ശേഷം മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ആർമി കേഡറ്റ് കോളേജിൽ ജോയിൻ ചെയ്യാം. റിട്ടേൺ ആൻഡ് ഇന്റർവ്യൂ ആണ് എന്ത് ഉള്ളത്. കൂടാതെ ഏജ് ലിമിറ്റ് വരുന്നത് 20 തൊട്ട് 27 വരെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ് വേണ്ടത്. കൂടാതെ അൺമാരീഡ് ഓർ മാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം? ആർമി കേഡറ്റ് കോളേജിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സോ ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് 5 വഴികളാണുള്ളത്. ഒന്നാമത്തേത് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി. രണ്ടാമത്തെ CDS, കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ. OTA, IMA, INA ആൻഡ് AFA. ഇതിലേക്കാണ്, ഈ അക്കാദമികളിലേക്കാണ്. മൂന്നാമത്തേത് ടെറിട്ടോറിയൽ ആർമി. നാലാമത്തേത് മിലിറ്ററി നേഴ്സിംഗ് സർവീസ്. അഞ്ചാമത്തേത് എന്താണ്? ആർമി കേഡറ്റ് കോളേജ്. 5 വഴികളിലൂടെ ഒരു ഓഫീസറായിട്ട്, ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും എക്സാം ഉണ്ട്, സെയിം പ്രൊസീജിയർ ആണ് എല്ലാത്തിനും വരുന്നത്. എക്സാം ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽസ് ഉണ്ടാവും. ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ശേഷം മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി നോക്കിയിരിക്കണം. അതിനുശേഷം നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏത് അക്കാദമിയിലാണോ നമ്മൾ സെലക്ട് ആയിട്ടുള്ളത് അവിടെ നമുക്ക് എന്ത് ജോയിൻ ചെയ്യാവുന്നത് ആണ്.